ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ സനാതന ധർമ്മ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 65ാമത് സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനവും പത്രപ്രവർത്തകരെ ആദരിക്കലും നടന്നു. ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ ഉദ്ഘാടനവും ആദരിക്കലും നിർവഹിച്ചു. ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ സനാതന ധർമ്മസേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന 65ാമത് സപ്താഹ ജ്ഞാനയജ്ഞവും വാർഷികത്തിന്റെയും മകരഭരണി സദ്യയുടെയും ഭാഗമായി ഉച്ചയ്ക്ക് 1-ന് അന്നപ്രസാദം, 2 മുതൽ പാരായണം, പ്രഭാഷണം, വൈകിട്ട് 5-ന് സാംസ്കാരിക സമ്മേളനവും പത്രപ്രവർത്തകരെ ആദരിക്കലും നടന്നു. അഡ്വക്കേറ്റ് നമ്പ്യേത്ത് എസ് പിള്ള അധ്യക്ഷത വഹിച്ചു. ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ ഉദ്ഘാടനവും ആദരിക്കലും നടത്തി. 1960-ൽ വിദ്വാൻ എസ് രാമൻ നായർ സാർ രൂപീകരിച്ച സനാതന ധർമ്മസേവാ സംഘം ഏകദേശം 65 വർഷമാകുന്നു. അതിനിടയ്ക്ക് നമ്മൾ വാക്കുകൊണ്ട് പരസ്പരം പങ്കിടുകയാണ്. വാക്ക് ഈ ലോകത്തുള്ള എല്ലാ തരത്തിലുമുള്ള ബുക്കുകളും ചിലപ്പോൾ ഒരു സ്നേഹത്തിൽ അടങ്ങിയിരിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാം വായിച്ച് തീർന്നിട്ടൊന്നും ഇവിടുന്ന് ആരും പോയില്ല. അറിഞ്ഞതൽപ്പം, അറിയാനൽപ്പം എന്നല്ലേ, അങ്ങനെയല്ല, അറിഞ്ഞതൽപ്പം, അപ്പൊ അറിഞ്ഞു തീരുമ്പോഴും എന്തോ അറിഞ്ഞു കഴിഞ്ഞിട്ട് അത്രയേ ഉള്ളൂ ജന്മം. അപ്പൊ അതിനിടയ്ക്ക് മഹത്തായ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം. പക്ഷെ എനിക്ക് അവരനോട് സ്നേഹമില്ലെങ്കിൽ എന്ത് ഭംഗി. എല്ലാം ഞാൻ പഠിച്ചതിന് ശേഷം ഞാൻ നിങ്ങളോട് എൻ്റെ ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് ചൂടായതിനു ശേഷം ഇന്ന് വൈകിട്ട് സുഖമായി ഉറങ്ങിയാണ്. പിന്നെ ഞാനതിനെന്താണ്? ബി ശ്രീകല സ്വാഗതം രേഖപ്പെടുത്തി. സ്വാമി ഉദിത് ചൈതന്യ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മനോഹരമായ ഓടക്കുഴലിൻ്റെ സംഗീതം, സാമവേദത്തിൻ്റെ ആ ധ്വനി ഹൃദയത്തിൽ ഉണർന്ന് നമുക്കെല്ലാവർക്കും ഒരു മനസ്സോടെ, ഒരു താളത്തോടെ ഈ ഭൂമിയെ കൂടുതൽ ഒരു ദൈവീകമുള്ള ചൈതന്യമുള്ള ഭൂമിയാക്കാം. നമ്മൾ കേരളത്തെക്കുറിച്ച് പറയും ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ്. അത് നമുക്ക് മാറ്റിയിട്ട് ഗോഡ്ലി പീപ്പിൾസ് കൺട്രി ആക്കി മാറ്റണം. അത്രയും ദൈവത്വമുള്ള, ദൈവീകതയുള്ളവരുടെ മണ്ണാക്കി മാറ്റാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. അതിനാവട്ടെ ഈ ഭാഗവത സപ്താഹം. രാജമ്മ അരവിന്ദ് നന്ദി രേഖപ്പെടുത്തി. 6:30-ന് ദീപാരാധന, വൈകിട്ട് 7-ന് പ്രഭാഷണം എന്നിവ നടന്നു. HV ഗുരുപ്രസാദ്, R ബാലകൃഷ്ണപിള്ള എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, മാവേലിക്കര.